40ഓളം കുട്ടികളുമായി സഞ്ചരിച്ച സ്കൂൾ ബസും ബൈക്കും പടയപ്പയുടെ മുന്നിൽപ്പെട്ടു. ആശങ്കയുടെ മുൾമുനയിൽ നിന്നും ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആനയുടെ ആക്രമണത്തിൽ നിന്നും കുട്ടികളും ബൈക്ക് യാത്രികരും രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി നെറ്റിമേടിനും കുറ്റിയാർവാലിക്കും ഇടയിലുള്ള റോഡിൽ വെച്ചായിരുന്നു സംഭവം. പടയപ്പയുടെ പരാക്രമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി പകച്ചു നിൽക്കുന്ന മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം കൊമ്പന്റെ മുമ്പിൽ പെട്ടുപോയ 40ഓളം സ്കൂൾ കുട്ടികളും ബൈക്ക് യാത്രക്കാരും രക്ഷപ്പെട്ടത് ആശങ്കയുടെ മുൾമുനയിൽ നിന്ന ശേഷമാണ്. മൂന്നാർ കൊരണ്ടിക്കാട്ടിലെ സ്കൂളിൽ നിന്നും മാട്ടുപ്പെട്ടിയിലെ നെറ്റിമേടിൽ കുട്ടികളെ ഇറക്കിയ ശേഷം കുറ്റിയാർവാലിക്ക് പോകുന്ന വഴിയിൽ വൈകിട്ട് 4:30-ക്കായിരുന്നു സംഭവം. ബൈക്ക് യാത്രക്കാരായിരുന്നു ആദ്യം മുന്നിൽപ്പെട്ടത്. ആനയുടെ മുന്നിൽപ്പെട്ടതോടെ പരിഭ്രാന്തരായ ബൈക്ക് യാത്രികർ ബൈക്കിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്കൂൾ ബസ് എത്തിയത്. ബൈക്കിലെ യാത്രക്കാർ പിന്നിലായി അഭയം പ്രാപിക്കുകയും ചെയ്തു. ബസ് നിർത്തി ആന പിൻവാങ്ങുന്നതിനായി കാത്തിരിക്കുന്നതിനിടയിൽ തുമ്പിക്കൈ ഉയർത്തി പാഞ്ഞെടുത്ത പടയപ്പയെ കണ്ട് കുട്ടികൾ നിലവിളിച്ചു. ഏതാനും നിമിഷങ്ങൾ അവിടെ നിലയുറപ്പിച്ച ശേഷം പടയപ്പ കാട് കയറിയതോടെയാണ് കുട്ടികൾക്കും യാത്രക്കാർക്കും ശ്വാസം നേരെ വീണത്. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ നിരന്തരം ഭീഷണി ഉയർത്തുന്ന കാട്ടാനകളിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം നിരന്തരം ഉയരുന്നുണ്ടെങ്കിലും പ്രശ്നത്തിൽ ശാശ്വതമായൊരു പരിഹാരം വനംവകുപ്പിന് കണ്ടെത്താനാവാത്തത് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയാണ്. കൂടാതെ കടുവ, പുലി അടക്കമുള്ള ഹിംസ്ര ജന്തുക്കളുടെ ശല്യവും മൂന്നാറിലെ തോട്ടം മേഖലയിൽ വ്യാപകമാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.